സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് തയ്യാറായപ്പോൾ രാധിക വരുണിനോട് പറയണേ, വരുൺ അവരുടെ അടുത്ത് തന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ അപ്പോഴേക്കും പായസമൊക്കെ എടുത്ത് ഗ്ലാസ്സിലാക്കി വെക്കാം. അങ്ങനെ വരുൺ അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ പായസം എല്ലാം പകർന്ന് കപ്പിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ഭയന്ന് വിറച്ച് ടെൻഷനിൽ നിൽക്കുവാണ് ചന്ദ്രിക. ഈ സമയം ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുവാണ് സാറയും ചന്ദ്രശേഖരനും. അങ്ങനെ പായസമെല്ലാം ഗ്ലാസ്സിലാക്കിയിട്ട് അവിടെയുള്ള എല്ലാവരുടെയും ടേബിളിൽ കൊണ്ടുപോയി വെക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം സാറും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അന്നേരം പായസം വെക്കുന്നതിൻ്റെ ഇടയിൽ സാറ് പെട്ടെന്ന് വന്നതും രാധികയാണെങ്കിൽ കാണാതെ പെട്ടെന്ന് തിരിയുമ്പോൾ സാറുടെ മേത്തേക്ക് പായസം മറിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാറിൻ്റെ ഡ്രസ്സിൽ മുഴുവൻ പായസമാകുവാണ്. അത് കാണുന്നതും ദേഷ്യം വന്ന സാറ് രാധികയുടെ കരണത്തിട്ടേനൊന്ന് പൊട്ടിക്കുക. എവിടെ നോക്കിയാടി നീ ഭക്ഷണം വിളമ്പുന്നത് എന്ന് ചോദിച്ച് രാധികയോട് ദേഷ്യപ്പെടുക. അന്നേരം നിയന്ത്രണം നഷ്ടപ്പെട്ട് വരുണാണെങ്കിൽ ഈ സാർക്ക് നേരെ ചീഞ്ഞ് പറഞ്ഞു വരുവാണ് കേട്ടോ. ഈ സമയം രാധിക വരുണിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. വേണ്ട വരുൺ, വേണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എടോ, എന്ന് കരുതി തൻ്റെ ദേഹത്ത് തല്ലുന്നത് കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണം എന്നാണോ പറയുന്നത്? ദേ, ഞങ്ങളിവിടെ ജോലി ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേലിൽ നിങ്ങളുടെ അധികാരമെങ്ങാനും കാണിച്ചാലുണ്ടല്ലോ, ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നും പറഞ്ഞ് വരുൺ പൊട്ടിത്തെറിക്കുവാണ്. ഈ സമയം അതുകൊണ്ട് ടെൻഷനിലും ദേഷ്യത്തിലും നിൽക്കുവാണ്ടോ പരമേശ്വരനും പത്മിനിയുമൊക്കെ. ഈ സമയം രാധികയാണെങ്കിൽ വരുൺ എങ്ങനെയൊക്കെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുവാണ്. അന്നേരം സാറ് ചോദിക്കുന്നുണ്ട്, എന്താ ജോൺസ് ഇതൊക്കെ? നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനത്തെ ജോലിക്കാർ? ഒരു വൃത്തിയില്ല, മാനേഴ്സ് ഇല്ലാത്തവർ, കണ്ടില്ല അവരുടെയൊക്കെ അഹങ്കാരം എന്നും പറഞ്ഞ സാറ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പരമേശ്വരനും പത്മിനിക്കാണെങ്കിൽ അതൊക്കെ കണ്ട് വല്ലാതെ സങ്കടമാകുക. നമുക്കിവിടെ നിന്ന് എഴുന്നേക്കാല്ലേ, നമ്മുടെ കുട്ടികളെ അവർ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞ വിഷമത്തോടെ പരമേശ്വരനും പത്മിനിയും ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി അവിടെ നിന്നും ഇറങ്ങുവാണ്. ഈ സമയം കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പായസം കുടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അന്നേരം കുട്ടികളെ പായസം കുടിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ അത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് സാറേയും ചന്ദ്രശേഖരനും. ഈ സമയം രാധികയാണെങ്കിൽ വരുണിനെ പുറത്ത് കൊണ്ടുപോയി സമാധാനിപ്പിക്കുക. വരുൺ, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നമ്മളെ ഇപ്പോൾ ഇവിടുത്തെ ജോലിക്കാരാ. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വന്നാൽ അവർ ചിലപ്പോൾ പ്രതികരിക്കും, വഴക്ക് പറയും, തല്ലിയെന്നിരിക്കും. നമ്മളതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് നിന്നാൽ മതി. എടോ, എന്നാലും ഇതൊക്കെ അവർ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. ആയിക്കോട്ടെ, നമ്മളത് തൽക്കാലം കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നമുക്കിപ്പോൾ പ്രധാനം നമ്മുടെ ജോലിയാണ്, അതിനെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി, കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രാധിക വരുണിനെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തുവാണ് കേട്ടോ. ഇതേസമയം കുട്ടികളാണെങ്കിൽ പായസം കുടിച്ച് കഴിഞ്ഞതും വല്ലാതെ ഛർദ്ദിക്കാനും രക്തം ഛർദ്ദിക്കാനും ഒക്കെ തുടങ്ങുവാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ആകെ ഭയന്ന് നിൽക്കുവാണ്. ഈ സമയം തങ്ങളുടെ പ്ലാൻ കറക്റ്റായിട്ട് വർക്കായി എന്നും പറഞ്ഞ സന്തോഷത്തിൽ കുട്ടികളുടെ ഇതിലേക്ക് ഓടി ചെല്ലുവാണ് കേട്ടോ സാറേ ചന്ദ്രശേഖരനൊക്കെ. അയ്യോ, എന്താ പറ്റിയത്? ഈ സമയം അത് കാണുന്ന ചന്ദ്രികയും ടെൻഷൻ അടിച്ച് പോകുവാണ്. കുട്ടികളെ കൊല്ലാനായിട്ടുള്ള വിഷമായിരുന്നു അതെന്ന് ചന്ദ്രികയ്ക്കും അപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഈ സമയം വരുണും രാധികയും അതുപോലെ ആ കുട്ടിയുടെ അച്ഛനമ്മയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരിക. എന്താ മോനെ പറ്റിയത്? അന്നേരം അവിടെ ഇരുന്ന ഒരാൾ പറയണേ, ഫുഡ് കഴിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് ഇങ്ങനെ തുടങ്ങിയത് ഫുഡ് പോയ്സൺ മറ്റോ ആണെന്ന് തോന്നുന്നു. അന്നേരം രാധിക പറഞ്ഞു അങ്ങ് ടെൻഷനാകുക. ഈശ്വര, എന്തായി കേൾക്കുന്നേ? എന്താ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാൻ? എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഞങ്ങൾ വേഗം വണ്ടി എടുക്കാം. അന്നേരം സാറ് പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ പോകാൻ വരട്ടെ, നിങ്ങൾ എവിടെയും പോകുന്നില്ല. ജോൺസാ, കുട്ടികളെ ഡ്രൈവർ ഹോസ്പിറ്റലിൽ എത്തിച്ചോളും, ഇവരെ ഇവിടെ തന്നെ നിൽക്കണം. സദ്യ വിളമ്പിയത് ഇവരല്ലേ, അപ്പോൾ ഇവർ വേണം ഇതിന് സമാധാനം പറയാനായിട്ട്. ഇവരിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ അനുവദിച്ചാൽ പിന്നീട് തിരിച്ചു വന്നില്ലെങ്കിലോ? കൊലപാതക കുറ്റമല്ലേ ഇവർ ചെയ്യാൻ ശ്രമിച്ചത്, അപ്പോൾ എന്താണെങ്കിലും അതിനുള്ള അന്വേഷണം നടത്തിയേ പറ്റൂ. പോലീസ് വരട്ടെ, എന്നിട്ട് ഇവരെ എങ്ങോട്ടെങ്കിലും വിട്ടാൽ മതി. അന്നേരം വരുൺ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? അതെ, ഫുഡിൽ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമല്ല. എന്താണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്ക് തീരെ വഴിയാതിരിക്കുക. കുട്ടികളുടെ ജീവനാണ് പ്രധാനം. എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അന്നേരം അവിടെ നിൽക്കുന്ന മറ്റൊരാൾ പറയണേ, അതെ, കുട്ടികളെ സാറാ മാഡം ഹോസ്പിറ്റലിൽ എത്തിച്ചോളൂ എന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങളെന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? നിങ്ങൾ വേണം ഇതിന് സമാധാനം പറയാനായിട്ട്. അങ്ങനെ കുട്ടികളെയും കൊണ്ട് വേഗം തന്നെ കാറിൽ കയറ്റി അവർ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുവാണ്. ഈ സമയം വരുണും രാധികയും അതുപോലെ പരമേശ്വരനും പത്മിനിയൊക്കെ എന്താ സംഭവിച്ചതെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും മുറ്റത്ത് നിൽക്കുന്നതാണ്. അന്നേരം ജോൺസൺ പറയുന്നുണ്ട്, എന്നാലും നിങ്ങളെ കൊലച്ചത് എന്നോട് ചെയ്യരുതായിരുന്നു. എൻ്റെ മോൻ ഒരുപാട് ആഗ്രഹിച്ചതാ, പക്ഷേ എല്ലാം നശിപ്പിച്ചില്ലേ, എല്ലാ സന്തോഷങ്ങളും നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ. അന്നേരം വരുൺ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ പറയുന്നത്? അതിന് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ്? ഞങ്ങൾക്കും എന്താ സംഭവിച്ചതെന്നറിയില്ല. എന്തോ ഒരു ചതി ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അന്നേരം സാറ പറയണേ, എന്താ ചതിച്ചതെന്നും ആരാ ചതിച്ചതെന്നൊക്കെ ഉടനെ മനസ്സിലാകുമല്ലോ. പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ CI ഇവിടെ എത്തും. അന്നേരം എന്താ നടന്നതെന്നൊക്കെ ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും.
ഇതേ സമയത്ത് തന്നെ പോലീസ് ജീപ്പ് അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ ജീപ്പിൽ നിന്നും CI മോഹൻ ഇറങ്ങുവാണ്. മോഹനെ കാണുന്നതും വരുണിൻ്റെ അധികം അതുപോലെ പരമേശ്വരനും പത്മിനിയൊക്കെ ഒന്ന് ഷോക്കാകുന്നുണ്ട്. അങ്ങനെ മോഹൻ അങ്ങോട്ടേക്ക് എത്തുക. എന്നിട്ട് ചോദിക്കുക, എന്താ എന്താ പ്രശ്നം, എന്താ ഇവിടെ സംഭവിച്ചത്? ഈ സമയം ജോൺസൺ പറയണേ, ഇന്നെൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവരും കൂടി സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് കുട്ടികൾ രണ്ടുപേരും ഛർദ്ദിച്ചത്. ഫുഡിൽ എന്തോ കലർന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അന്നേരം CI ചോദിക്കുന്നുണ്ട്, ആരാ ഇവിടെ ഫുഡിൻ്റെ ആൾക്കാർ? ദേ ഈ നിൽക്കുന്നവരാ. അങ്ങനെ CI വരുണിൻ്റെയും രാധികയുടെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിക്കണേ, നിങ്ങളാണോ ഫുഡിൻ്റെ ആൾക്കാർ? വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. എന്തു പറ്റി? ഈ കാക്കി യൂണിഫോമിലേക്ക് ഒരിക്കലും ഞാൻ തിരിച്ചു കയറില്ല എന്ന് വിചാരിച്ചോ? നീയൊക്കെ എന്താ കരുതിയത് എല്ലാ കാലത്തും ഞാൻ ജയിലിനകത്ത് കിടക്കുമെന്നോ? ഇപ്പോളേ എൻ്റെ തിരിച്ചുവരവിൻ്റെ സമയമാണ്. എന്നാലും എൻ്റെ തിരിച്ചുവരവിൽ ഇത്ര പെട്ടെന്ന് തന്നെ നിന്നെയൊക്കെ ഇങ്ങനെ എൻ്റെ കൈ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ സമയം സാറ് പറയുന്നുണ്ട്, സാറേ ഇതുപോലുള്ളവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ആ കുട്ടികളുടെ ജീവൻ അതോർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ചെറിയ കുട്ടികളല്ലേ, അവരോടല്ലേ ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഇവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല സാറേ. അന്നേരം CI പറയണേ, എന്താണെങ്കിലും ഇതിനെതിരെ ഞാൻ വ്യക്തമായ നടപടി തന്നെ എടുത്തിരിക്കും. ഇവിടുത്തെ ഫുഡ് സാമ്പിൾ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യണം, എന്നിട്ട് ലാബിലേക്ക് അയക്കണം. പിന്നെ തൽക്കാലം ഇവർ രണ്ടുപേരെയും ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക. ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റേഷനിലെത്തിയിട്ട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം തീരുമാനിക്കാം. അന്നേരം വരുൺ ചോദിക്കണേ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനോ? അതിന് ഞങ്ങളോട് തെറ്റും ചെയ്തിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും വ്യക്തമായിട്ട് അറിയില്ല. നിന്നെയൊക്കെ ഞാനത് അറിയിച്ചോളാം. ഈ സമയം പരമേശ്വരൻ പറയണേ, സാർ എൻ്റെ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇതുപോലൊരു തെറ്റ് സംഭവിക്കാനും സാധ്യതയില്ല. ഇതിൽ മറ്റെന്തോ നടന്നിട്ടുണ്ട് സാർ. എൻ്റെ കുട്ടികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകരുത്, അത് അവരുടെ ബിസിനസ്സിനെ തന്നെ ബാധിക്കും. അന്നേരം CI ചോദിക്കണേ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നാട്ടിൽ മുഴുവൻ ഭക്ഷണത്തിൽ വിഷം വിളമ്പാനായിട്ട് നിങ്ങളുടെ മരുമകളെ ഞാൻ അഴിച്ചു വിടണമെന്നോ? നീതിക്ക് വേണ്ടി നിൽക്കുകയും വാദിക്കുകയും ചെയ്യുന്ന വലിയ 2 പേരായിരുന്നല്ലോ ഇവർ. അങ്ങനെയുള്ളപ്പോൾ ഇവർ നീതിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ ഞങ്ങളെന്താ കണ്ണടച്ച് നിൽക്കണോ? ഇത്രയും വലിയൊരു ക്രൈം ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ? എന്താണെങ്കിലും 2നെ ഞാനിപ്പോൾ തന്നെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുക. തൂക്കിയെടുത്ത് ജീപ്പിലിടറോ 2 അന്നേരം പോലീസുകാർ വന്ന് വരുണിനെ പിടിക്കുമ്പോൾ വരുൺ അവരുടെ കൈ തട്ടുമാറ്റുന്നുണ്ട്. ഈ സമയം CI വരുണിൻ്റെ ഷോട്ടി കുത്തിപ്പിടിച്ചുകൊണ്ട് പറയണേ, എന്താടാ പോലീസുകാർക്കെതിരെയാണോ നീ കൈപ്പൊക്കുന്നത്? എടാ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, വാടാ ഇവിടെ എന്നും പറഞ്ഞ് വരുണിനെ രാധികനെ പോലീസുകാർ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാണ് കേട്ടോ. അങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് ചങ്ക് തകർന്ന് സഹിക്കാനാവാതെ നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയുമൊക്കെ. ഈ സമയം ചിരിച്ചുകൊണ്ട് സാറ് ചന്ദ്രശേഖരനോട് പറയണേ, എങ്ങനെയുണ്ട്? നമ്മൾ എഴുതി വെച്ച് തിരക്കഥയിലുള്ളതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കണ്ടില്ലേ? ഇന്നത്തോടുകൂടി ആറ്റുവാശ്ശേരി സദ്യയ്ക്ക് എന്നേക്കുവഴി ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനി എന്തിൻ്റെ പേരിലാണ് അവനോളൊന്ന് അഹങ്കരിക്കാൻ പോകുന്നത്? അവളുടെ കോൺഫിഡൻസ് തന്നെയല്ലേ ഇല്ലാതായത്? സത്യം പറയാലോ സാറാ, തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. തൻ്റെ ഈ ബുദ്ധിക്ക് മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി അവനും ആൾക്കും ഒരു തിരിച്ചു വരവേ ഉണ്ടാകില്ല. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ നിൽക്കുവാണ്. ചന്ദ്രികയാണെങ്കിൽ താൻ ചെയ്തു കൂട്ടിയത് വലിയ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ആകെ കുറ്റബോധത്തിൽ വെന്തുരുകി നീർ പുകഞ്ഞ് നിൽക്കുവാണ് കേട്ടോ അവിടെ. പിന്നീട് കാണിക്കുന്നത് ശ്യാമ താമസിക്കുന്ന ആശ്രമം കേട്ടോ. അങ്ങനെ ഊർമിള ശ്യാമയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോഴായിരിക്കും അവിടെ ശ്യാമയോട് ഒരു അന്തേവാസി സ്ത്രീ എന്തോ സംസാരിക്കുന്നത് ഊർമിള ശ്രദ്ധിക്കുന്നത്. ഈ സമയം ആ അന്തേവാസി സ്ത്രീ ശ്യാമയോട് ചോദിക്കണേ, അതെ നിങ്ങളുടെ പുതിയതായിട്ട് വന്നതാണല്ലേ, എന്താ പറ്റിയത്? എന്താ നിങ്ങളുടെ പേര്? അന്നേരം ശ്യാമ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. എന്നിട്ട് പറയണേ, എൻ്റെ പേര് ഏഞ്ചൽ മേരി. അത് കേൾക്കുന്നതും ഊർമിളയ്ക്ക് സന്തോഷമാകണേ കേട്ടോ. ഊർമിള അങ്ങനെ അവിടെ നിന്നും കുറച്ച് മാറി ബെഞ്ചമിനെ ഫോണിൽ വിളിക്കുക. അതെ ബെഞ്ചമിൻ, താൻ തരുന്ന മരുന്നുണ്ടല്ലോ, അതെന്താണെങ്കിലും നന്നായിട്ട് ഏൽക്കുന്നുണ്ട്. ഇപ്പോഴേ കുറച്ച് മുമ്പ് ശ്യാമയുടെ റൂമിൽ ഒരു അന്തേവാസി സ്ത്രീ ചെന്നിരുന്നു. അവർ ശ്യാമയോട് എന്താ പേരെന്ന് ചോദിച്ചു. അന്നേരം ശ്യാമ എന്താ പറഞ്ഞെന്നറിയോ? ഏഞ്ചൽ മേരിന്ന്. സത്യമാണോ? അതേന്നേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കൂടി ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏഞ്ചൽ മേരി മാത്രമേ ഉണ്ടാകൂ. ശ്യാമ എന്നുള്ള ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതായിട്ട് ഒരു ഓർമ്മയും അവരുടെ മനസ്സിലുണ്ടാവില്ല. അന്നേരം ബെഞ്ചമിന് സന്തോഷമാകണേ, ഞാൻ പറഞ്ഞില്ലേ, അതെ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള മരുന്നാ. അവളുടെ മനസ്സിൽ നിന്ന് ശ്യാമയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും പൂർണ്ണമായിട്ട് മാറും. ഗായിക ശ്യാമ എന്നൊരാൾ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു തെളിവ് പോലും ഉണ്ടാവില്ല. ഇനി ഏഞ്ചൽ മേരി മാത്രമായിരിക്കും നമ്മുടെ മുമ്പിലുണ്ടാകാൻ പോകുന്നത്. ഇനി എത്ര വലിയ മനഃശാസ്ത്രജ്ഞൻ വിചാരിച്ചാൽ പോലും ശ്യാമയെ പഴയകാല ജീവിതത്തിലേക്ക് ഒരിക്കലും തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല.
അതാണ് ഈ ഒരു മരുന്നിൻ്റെ പവർ. അന്നേരം ഊർമിള പറയുന്നുണ്ട്, പക്ഷേ എന്നാലും ഇവിടുത്തെ ഗുരുജീനെ അത്ര നിസ്സാരക്കാരനായിട്ട് കാണട്ട. ഗുരുജി വിദേശങ്ങളിൽ നിന്ന് പോലും വലിയ വലിയ ഒത്തിരി ഡോക്ടർമാരെ കൊണ്ടുവരാറുണ്ട്. അവർ വിചാരിച്ച ചിലപ്പോൾ അവർ വിചാരിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഗായിക ശ്യാമയില്ല. ശ്യാമയുടെ യുഗം അവസാനിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഏഞ്ചൽ മേരിയുടെ കാലമാണ്. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ ബെഞ്ചമിൻ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ്. അവിടെ ദേവനാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ ഓരോത്തെക്കുറിച്ച് യശോദയോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്. അന്നേരം ടെൻഷനിൽ യശോദ ചോദിക്കണേ, ദേവേട്ടാ എന്താ സംഭവിച്ചത്? അറിയില്ല, മോൻ വിളിച്ച് സദ്യയിലെന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താണാവോ ഇപ്പോൾ സംഭവിച്ചതും? അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും എന്താ സംഭവിച്ചതെന്ന് വ്യക്തതയില്ലാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും പോലീസ് ജീപ്പും അതുപോലെ ഹെൽത്തിൻ്റെ ഓഫീസറുടെ വണ്ടിയൊക്കെ അവിടെ എത്തുന്നത്. അങ്ങനെ ജീപ്പിൽ നിന്നും വരുണിനെയും രാധികേനെയൊക്കെ അവർ പിടിച്ചിറക്കുവാണ് കേട്ടോ. ഹെൽത്തിൻ്റെ ഓഫീസറും അവിടെ ആറ്റുവാശ്ശേരിയുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ദേവനും യശോദയും മുത്തശ്ശിയൊക്കെ വരുണിൻ്റെ രാധികയുടെ അരികിലേക്ക് ഓടിച്ചില്ലണേ, മക്കളെ എന്താ സംഭവിച്ചത്? അന്നേരം CI മോഹൻ പറയണേ, എന്താ പ്രശ്നമെന്നോ? ആറ്റുവാശ്ശേരി സദ്യ എന്ന പേരിൽ നിങ്ങൾ വിളമ്പിയ സദ്യ കഴിച്ച് കുറേ പേരിപ്പോൾ ഹോസ്പിറ്റലിൽ ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുവാണ്. സദ്യ എന്ന പേരിൽ വിഷം വിളമ്പുമായിരുന്നല്ലേ കുടുംബം മുഴുവനും? അയ്യോ സാറേ, സാർ എന്തൊക്കെയാണ് പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അന്നേരം CI പറയണേ, മതി മതി, നിങ്ങളുടെ ന്യായീകരണങ്ങളൊന്നും കേൾക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഈ സമയം ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥർ ചോദിക്കണേ, എവിടെയാണ് നിങ്ങൾ ഫുഡൊക്കെ പാകം ചെയ്യുന്നത്? അകത്താ സാർ, വരൂ എന്നും രാധികയും യശോദയും ആ ഹെൽത്തിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം അകത്തേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവിടെയെല്ലാം വന്ന് ഫുഡ് പാകം ചെയ്യുന്ന സ്ഥലവും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഓട്ടോറിക്ഷയിൽ ചന്ദ്രികയും മകളും മറ്റ് രാധികയെ സഹായിക്കാൻ നിന്ന ആൾക്കാരും ഒക്കെ അവിടെ ആറ്റുവാശ്ശേരിയിൽ എത്തുന്നുണ്ട്. അങ്ങനെ ഹെൽത്തിൻ്റെ ആൾക്കാർ അവിടെയുള്ള സ്ഥലമെല്ലാം പരിശോധിച്ച് തിരിച്ചിറങ്ങി വരുവാണ് കേട്ടോ. ഈ സമയം CI മോഹൻ അവരുടെ അരികിലേക്ക് ചെല്ലുക. എന്തായി? അന്നേരം അവർ ഹെൽത്തിലെ ഉദ്യോഗസ്ഥർ പറയണേ, അകത്ത് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. അവിടെയെല്ലാം വൃത്തിയുണ്ട്, ക്ലീനുമാണ്. അങ്ങനെ സംശയം തോന്നുന്ന രീതിയിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഈ സമയം CI പറയണേ, പക്ഷേ എന്താണെങ്കിലും വിഷം ഭക്ഷണത്തിൽ കലർന്നിട്ടുണ്ടല്ലോ. കുട്ടികൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അഡ്മിറ്റായിട്ട് ഹോസ്പിറ്റലിലുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വിഷം ചേർന്നിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്നിട്ട് മോഹൻ നേരെ വരുണിൻ്റെ രാധികയുടെ അരികിലെത്തുക. എങ്ങനെയാ നിങ്ങൾ ഭക്ഷണത്തിൽ വിഷം ചേർത്തത്? ഈ സമയം ജയഭാരതിയമ്മ പറയണേ, സാർ എന്തായി പറയുന്നത്? അന്നം എന്ന് പറഞ്ഞാൽ അത് ദൈവമല്ലേ? ആ ദൈവത്തിൽ ആരെങ്കിലും വിഷം കലർത്താൻ ശ്രമിക്കുമോ? അതേക്കുന്നത് മോഹൻ ചിരിച്ചുകൊണ്ട് പറയണേ, അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? പിന്നെ 2 കുട്ടികൾ അവിടെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതോ? അവരെങ്ങാനും ചത്തുപോയാലുണ്ടല്ലോ, പിന്നെ വധശ്രമം എന്നുള്ളത് കൊലക്കുറ്റമായി മാറും. ദൈവം കൊടുത്തതാണ് ആ കുട്ടികൾക്ക് ആ വിധിയെന്ന് നിങ്ങളെന്താ അപ്പോഴും പറയുമോ? ഈ സമയം ദേവനാരായണൻ പറയുന്നുണ്ട്, സാറേ, എൻ്റെ കുട്ടികൾ അമിത ലാഭം പ്രതീക്ഷിച്ചൊന്നുമല്ല ഈ ജോലി ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗവും. അതുമാത്രമല്ല, നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങുകയും ചെയ്തത്. ഞങ്ങളുണ്ടാക്കുന്ന ഈ ഭക്ഷണം കൊണ്ട് 4 പേരുടെയെങ്കിലും മനസ്സും വയറും നിറയണം. ആ ഒരു ചിന്ത മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. അല്ലാതെ വിഷം കൊടുത്ത് ആരെയും കൊല്ലാനുള്ള മനസ്സൊന്നും എൻ്റെ കുട്ടികൾക്കില്ല. ദയവ് ചെയ്ത് സാറ് ഞങ്ങളെ മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ദേവനെയും അവിടെയുള്ളവരെയൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് വരുണിനെയും രാധികേനെയും അറസ്റ്റ് ചെയ്യണമെന്നും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി എങ്ങനെയാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തിയതെന്ന് കണ്ടെത്തണമെന്നും CI മോഹൻ പറയുവാണ്. അതിനായിട്ട് ഇവരിപ്പോൾ തന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് CI മോഹൻ അവരെയും കൊണ്ട് പോകാൻ നിൽക്കുക. ഈ സമയം ചന്ദ്രിക മോഹനെ തടഞ്ഞുകൊണ്ട് പറയണേ, സാറേ, അവരെ വെറുതെ വിട്ടേക്കണം. പായസത്തിൽ വിഷം ചേർത്തത് ഞാനാണ്. ചന്ദ്രികയുടെ ഈ വെളിപ്പെടുത്തൽ കേൾക്കുന്നതും ചന്ദ്രികയുടെ മോളടക്കം അവിടെ നിന്നിരുന്ന എല്ലാവരും ഷോക്കാകുവാണ്. CI മോഹനും ഞെട്ടിപ്പോകുവാണ് കേട്ടോ. അവരിങ്ങനെ കാല് മാറിക്കളയുമെന്ന് അയാൾ പോലും വിചാരിച്ചില്ല. അങ്ങനെ ചന്ദ്രിക എല്ലാ കാര്യങ്ങളും ഏറ്റുപറയണേണ്. സാറ് പറഞ്ഞത് പ്രകാരമാണ് താൻ ഇപ്രകാരം ചെയ്തതെന്നും ചന്ദ്രിക തുറന്ന് സമ്മതിക്കുവാണ് കേട്ടോ. അങ്ങനെ പോലീസുകാർക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ ചന്ദ്രികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോകേണ്ടി വരുവാണ്. അങ്ങനെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ട് തകർന്നിരിക്കുവാണ്ടോ മേഘ. ഈ സമയം മേഘേനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ് രാധികയും വരുണുമൊക്കെ. തങ്ങളെ ഈ ഒരു രീതിയിൽ തകർക്കാൻ നോക്കിയ ആ സാറേയും ചന്ദ്രശേഖരനെയും വെറുതെ വിടില്ല എന്ന തീരുമാനം എടുക്കുവാണ് വരുണും രാധികയും. അവർക്കെതിരെ പരാതി കൊടുത്ത് നിയമ നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണോ വരുണിൻ്റെ രാധികയുടെയും തീരുമാനം. അതിനായിട്ട് വരുണും രാധികയും നേരെ ചെന്ന് കാണുന്നത് ജോൺസനെയും ജോൺസൻ്റെ വൈഫിനെയുമാണ്. അവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അത് കേൾക്കുന്നതും ജോൺസനും തകർന്നു പോകുവാണ്.
സഹായിക്കാമെന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ മോൻ്റെ ജീവൻ തന്നെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് ജോൺസനും തിരിച്ചറിയുവാണ്. അങ്ങനെ ജോൺസൺ രാധികയ്ക്കും വരുണിനും ഒപ്പം നിൽക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുക്കുക. ഇതിനുവേണ്ടി ഇനി ഏത് കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വന്നാലും ജോൺസൺ നിൽക്കും, നിങ്ങൾ പരാതി തയ്യാറാക്കിക്കോ. അങ്ങനെ ജോൺസന്റെ സപ്പോർട്ടും കൂടി ആവുന്നതോടെ വരുണും രാധികയ്ക്കും കൂടുതൽ ധൈര്യമാകുവാണ്. ഇതേസമയം അവിടെ കണിമംഗലത്താണെങ്കിൽ സാറയും ചന്ദ്രശേഖരനും നടന്ന ഈ കാര്യങ്ങളൊന്നും അറിയാതെ വരുണും രാധികയും ജയിലിലായ സന്തോഷം ആസ്വദിക്കുകയാണ്. സാറ പറയുവാണ്, ഇനി ഒന്നും കൂടി കൂട്ടി ഒന്ന് പിടിപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ രണ്ടും കൂടി ഏതെങ്കിലും ഒരു മാവിൻ കുമ്പിൽ കെട്ടി തൂങ്ങി ആടുന്നത് നമുക്ക് കാണാൻ പറ്റും ചന്ദ്രു എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും പത്മിനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഡി എന്നും പറഞ്ഞ് വിളിച്ച് സാർക്ക് നേരെ അലറിച്ചെല്ലുന്നത്. അങ്ങനെ സാറയുടെയും ചന്ദ്രശേഖരൻ്റെയും പതനം തുടങ്ങുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണെങ്കിലും ആ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്